ഹലോ ഫ്രണ്ട്സ്, കഥ കേൾക്കാൻ റെഡി ആണോ എങ്കിൽ ഞാൻ പറയാം. എന്റെ പേര് അമീൻ ആഷ്. തുടർന്നും കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പണ്ട് ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്ത് ആദം ഭായ്ഷോപ്റ്റ് എന്ന ഒരു കോളേജ് അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അധികം കഴിവും അറിവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അന്നത്തെ യൂറോപ്പിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥയിൽ ആദം ഭായ്ഷോപ്റ്റ് അതൃപ്തനായിരുന്നു. മതങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വഴി മാറിയെന്ന അദ്ദേഹത്തിന്റെ തോന്നലിൽ നിന്നുമാണ് ഇത്തരം നടപടികൾക്കെതിരെ ഒരു മറുശബ്ദം വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ഇല്ലുമിനാറ്റി എന്ന വാക്ക് ലാറ്റിൻ വാക്കായ ഇല്ലുമിനാറ്റസ് എന്ന വാക്കിൽ നിന്നുമാണ് ഉണ്ടായത്. ഈ വാക്കിന്റെ അർത്ഥം പ്രകാശിക്കുന്നത് എന്നാണ്. സംഘടനയുടെ പ്രധാന ലക്ഷ്യമായി അവർ കണ്ടത് മതാധിഷ്ഠിതമായ നിയന്ത്രണങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ റാഷണലിസം അഥവാ യുക്തിവാദം പ്രചരിപ്പിക്കുക, കൂടാതെ സ്വാതന്ത്ര്യം, സമത്വം, വിജ്ഞാനം എന്നിവയും പ്രോത്സാഹിപ്പിക്കുക. ഭരണകൂടത്തെയും ചർച്ചിനെയും വിമർശിച്ചുകൊണ്ട് പുതിയ ചിന്താധാരകൾ പ്രചരിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇല്ലുമിനാറ്റി എന്ന സംഘടനയിൽ രഹസ്യമായി പ്രവർത്തിക്കാൻ മുന്നോട്ടു വന്നു. അതിൽ യൂറോപ്പിലെ പ്രഭുക്കന്മാരുടെ കുടുംബത്തിൽ നിന്നും ധാരാളം പേർ വന്നു. അങ്ങനെ 1785-ൽ ബവേറിയൻ സർക്കാർ ഈ സംഘടനയെ നിരോധിച്ചു. അതിനുശേഷം അവർ പ്രവർത്തനം മതിയാക്കി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഇല്ലുമിനാറ്റിക്ക് പിന്നിലെ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അഥവാ കോൺസ്പിറസി തിയറികൾ ഏതൊക്കെ എന്ന് നോക്കാം. ഇന്നും ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ഇല്ലുമിനാറ്റി അപ്രത്യക്ഷമായിട്ടില്ല എന്ന് തന്നെയാണ്. അതിന് അവർ പല ന്യായവാദങ്ങളും നിരത്തുകയും ചെയ്യുന്നു. അവരുടെ ചില വാദങ്ങൾ നമുക്ക് നോക്കാം. ന്യൂ വേൾഡ് ഓർഡർ അഥവാ ലോകഭരണം. ഇല്ലുമിനാറ്റി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കടിഞ്ഞാൺ ഒരൊറ്റ സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള പദ്ധതികൾ അവർ നടപ്പാക്കുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ഇല്ലുമിനാറ്റി സംഘടനയിൽ സജീവമായ ചില ആളുകൾ എന്ന് അവർ വിശ്വസിക്കുന്ന വ്യക്തികൾ ഇവരൊക്കെയാണ്: ബിൽ ഗേറ്റ്സ്, ബിയോൺസെ, ജെയ്സി, ഇലോൺ മസ്ക്, ചില രാഷ്ട്ര നേതാക്കൾ തുടങ്ങിയ ലിസ്റ്റിന് നീളം വളരെ കൂടുതലാണ്. ഇല്ലുമിനാറ്റി ചിഹ്നങ്ങൾ ആൽ-സീൻ-എ ആണ് പ്രധാനമായും. ഇല്ലുമിനാറ്റി സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും മാധ്യമങ്ങൾ, ടെക്നോളജി, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെയൊക്കെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു എന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സിനിമകളിൽ വന്ന ഏതാനും ഇല്ലുമിനാറ്റി റഫറൻസുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ഹോളിവുഡ് നടൻ നിക്കോളാസ് കേജ് അഭിനയിച്ച നാഷണൽ ട്രഷർ എന്ന സിനിമയിൽ ഇല്ലുമിനാറ്റിയും ഫ്രീമേസൺസും ഒറ്റക്കണ്ണുള്ള പിരമിഡുകളുടെ ആവർത്തിച്ചുള്ള ഷോട്ടുകളും കാണിക്കുന്നുണ്ട്. ആസ് വൈറ്റ് ഷട്ട്. വിഖ്യാത സംവിധായകൻ സ്റ്റാൻലി കൂബ്രിക് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇല്ലുമിനാറ്റി റഫറൻസ് കാണാം. സ്പെക്ടർ 2015-ൽ റിലീസായ ജെയിംസ് ബോണ്ട് സീരീസിൽ ഉൾപ്പെടുന്ന ഈ ചിത്രത്തിൽ സ്പെക്ടറെ എന്ന രഹസ്യ സംഘം ഇല്ലുമിനാറ്റി രൂപത്തിന് സമാനമാണ്. ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് 2009-ൽ പുറത്തിറങ്ങിയ ഈ റോൺ ഹോവാർഡ് ചിത്രം ഇല്ലുമിനാറ്റി എന്ന പേര് അതേപടി സിനിമയിൽ ഒരു സംഘത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി സംഗീത രംഗത്ത് നിന്നുള്ള റഫറൻസുകൾ നോക്കാം. ബിയോൺസ്, ജെയ്സി, കന്യെ വെസ്റ്റ് തുടങ്ങിയവരുടെ വീഡിയോകളിൽ പലപ്പോഴും ഇല്ലുമിനാറ്റി ചിഹ്നമായ ആൽ-സീൻ-എ, ട്രയാങ്കിൾ തുടങ്ങിയ ചിഹ്നങ്ങൾ കടന്നു വരാറുണ്ട്. കൂടാതെ ദ സിംപ്സൺസ്, ഫാമിലി ഗായ്, ഗ്രാവിറ്റി ഫാൾസ് എന്നീ ടിവി ഷോകളിലും നിരവധി തവണ ഇല്ലുമിനാറ്റി സിംബലുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇല്ലുമിനാറ്റി, ദ സീക്രട്ട് സൊസൈറ്റി, സിംബൽസ് ഓഫ് ആൻ ഏലിയൻ സ്കൈ, ദി കോൺസ്പിറസി ഫയൽസ് പോലുള്ള ഡോക്യുമെന്ററികളും ഇല്ലുമിനാറ്റി റഫറൻസ് ധാരാളം ഉണ്ട്. ഇനി ചില രാഷ്ട്ര നേതാക്കളെ നോക്കാം. ഇല്ലുമിനാറ്റി അംഗങ്ങൾ ആയിരിക്കാം എന്ന് സംശയിക്കപ്പെടുന്ന ചിലരെ. 1. ബിൽ ക്ലിന്റൺ.
മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. അദ്ദേഹം കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ്, ട്രിലാറ്ററൽ കമ്മീഷൻ തുടങ്ങിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവയെല്ലാം ഇല്ലുമിനാറ്റിയുടെ ഉപസംഘങ്ങൾ ആയിട്ട് കാണുന്നവരുണ്ട്. അതിനാലാണ് അദ്ദേഹം ഒരു ഇല്ലുമിനാറ്റി അംഗം ആവാം എന്ന സംശയം നിലനിന്നിരുന്നത്. 2. ഹിലരി ക്ലിന്റൺ. ക്ലിന്റൺ ഫൗണ്ടേഷൻ ഗൂഢാലോചനകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഇത്. അതിനാൽ ഹിലരി ക്ലിന്റൺ ഒരു ഇല്ലുമിനാറ്റി അംഗമാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളം. 3. ബാരാക്ക് ഒബാമ. ഇദ്ദേഹം ന്യൂ വേൾഡ് ഓർഡറിനെ അനുകൂലിക്കുന്ന നിലപാട് കാരണം ചില നിരീക്ഷകർ പറയുന്നത് ഒബാമ ആഗോളതലത്തിൽ ഇല്ലുമിനാറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആണെന്നാണ്. 4. ജോർജ് ഡബ്ല്യു ബുഷ്. 1991-ൽ ഇദ്ദേഹം ന്യൂ വേൾഡ് ഓർഡർ എന്ന പദം ഉപയോഗിച്ചിരുന്നു. അതിനെ ഇല്ലുമിനാറ്റി സിഗ്നൽ ആയിട്ട് കാണുന്നവർ ധാരാളം. ന്യൂ വേൾഡ് ഓർഡർ എങ്ങനെ ഈ ആശയം ഉരുത്തിരിഞ്ഞു വന്നു എന്ന് നോക്കാം. ചില ഉദാഹരണങ്ങൾ ഇവയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലീഗ് ഓഫ് നാഷൻസ് രൂപപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യുണൈറ്റഡ് നേഷൻസ്. കോൾഡ് വാർ അവസാനിച്ചതിനു ശേഷം ഒരു പോളാർ ലോകം പോലെ അമേരിക്ക ഒരു സൂപ്പർ പവറായി മാറിയത്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ലോകക്രമത്തിന്റെ ആശയത്തിലേക്ക് തന്നെയാണ്. ചില കോൺസ്പിരസി തിയറിസ്റ്റുകൾ പറയുന്നത് ന്യൂ വേൾഡ് ഓർഡർ എന്നത് ഒരു സീക്രട്ട് എലൈറ്റ് പവർ ആകാം എന്നാണ്. അതായത് ലോകത്തെ മുഴുവൻ ഏകാധിപത്യ രീതിയിൽ ഭരിക്കാൻ ഒരു വൺ വേൾഡ് ഗവൺമെന്റ് സൃഷ്ടിച്ച രാജ്യങ്ങളെ വരുതിയിൽ നിർത്തി പൊതുജന സ്വാതന്ത്ര്യം കൈയാളാൻ എന്നൊക്കെയാണ്. എന്നാൽ ഇവയെല്ലാം തെളിവുകൾ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല കേട്ടോ. എല്ലാം കോൺസ്പിരസികൾ മാത്രം. ഏരിയ 51 അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രഹസ്യ യുദ്ധവിമാന ഗവേഷണ കേന്ദ്രമാണ് ഏരിയ 51. ഇത് ഒഫീഷ്യലായി ഗ്രൂം ലൈക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. ഏരിയ 51-ൽ അമേരിക്ക അന്യഗ്രഹ ജീവികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്തെന്നാൽ അവിടെ യുദ്ധവിമാനങ്ങളുടെ ടെസ്റ്റിംഗിനും മറ്റു ചില സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഒരു ഗവേഷണ കേന്ദ്രമാണ് എന്നതാണ്. ഔദ്യോഗികമായി ഇതുവരെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.